നോക്കി കണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കെറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനെനിക്ക് പണി എന്ന സാധനമാണ് ഇത്. രാത്രി 12:30 ആയപ്പം ഒരു കുഞ്ഞൊരു വിശപ്പ്. എന്നാൽ പിന്നെ നമുക്ക് കെറ്റിലങ്ങ് ഉണ്ടാക്കാം. ഹോസ്റ്റലിലായതുകൊണ്ട് അടുപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ 2-3 ദിവസമായി ഞാനിതൊക്കെ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാൻ വിചാരിച്ച് ഉണ്ടാക്കി. അപ്പോൾ ആദ്യമേ തന്നെ കുപ്പിയൊക്കെ തുറന്ന് വെള്ളം വലിയ കാര്യത്തിൽ വയ്ക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തത്തെ ഇൻസ്ട്രക്ഷൻ വായിച്ചപ്പം 1.5 ഗ്ലാസ് മതി കാണും. എന്നാൽ പിന്നെ കുറച്ച് പ്രൊഫഷണൽ രീതിയാവാമെന്ന് വിചാരിച്ച് ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്ത് വലിയ അളന്നൊക്കെ ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റ് 1.5 ഗ്ലാസ് ഒഴിക്കാൻ വേണ്ടി 1 ഗ്ലാസ് ഒഴിച്ച് പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ച് കറക്റ്റ് ഞാൻ 1.5 ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് തിളപ്പിക്കാൻ വെക്കണമല്ലോ. അപ്പോൾ തിളപ്പിക്കുന്നതിൻ്റെ കൂടെയാണ് നമുക്ക് മറ്റേ മിക്സ് ഇടണ്ടേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം അവരെല്ലാവരും കൂടെ വന്നിട്ട് അത് വായിച്ച് നോക്കി, എന്തൊക്കെയോ വായിച്ച് നോക്കിയിട്ട് അതങ്ങനെയൊന്നുമല്ല, അത് തിളപ്പിക്കുമ്പോൾ തന്നെ അത് ഇടണം എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് അത് പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞ് ആ മസാല കുറേ ഇട്ടവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും മിക്സ് ആവാനാന്ന് തോന്നുന്നു. കുറേ നേരം ഇട്ടവൾ മിക്സ് ആക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി അതിനകത്ത് മിക്സ് ആയിരിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞത് പൊട്ടിക്കാൻ നോക്കിയിട്ട് ജന്മം ചെയ്ത് അത് പൊട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അത് വല്ല റബ്ബർ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ കാണിച്ചിട്ട് അത് പൊട്ടുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതൊക്കെ പൊട്ടിച്ച് ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് അത് തിളച്ചു പോയി ഗൈസ്. എന്നിട്ട് പിന്നെ നമ്മൾ അത് എങ്ങനെയൊക്കെ പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് ഇട്ടുകൊണ്ടിരിക്കുമ്പം ചെറുതായിട്ട് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, തിന്നാനല്ലേ വിചാരിച്ച് നമ്മൾ എന്താക്കി പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഇടാൻ നോക്കിയിട്ട് കൈ പൊള്ളുന്നതുകൊണ്ട് തന്നെ അവളത് പാതിക്ക് വെച്ചിട്ട് ഇട്ടേച്ച് പോയി. പിന്നെ ഞാനാണ് അത് ഫുള്ളായിട്ട് ഇട്ടത്. അവളെ കൈ ശരിക്കും പൊള്ളുന്നുണ്ടായിരുന്നു, പാവം, നല്ലപോലെ പൊള്ളിയോ എന്തോ. അത് കഴിഞ്ഞ് പിന്നെ അത് ശരിക്കും ഇട്ടതിന് ശേഷം അതിൻ്റെ ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, അത് ഫുള്ളായിട്ട് വീഴുന്നൊന്നുമില്ല. അതിന് ഞാൻ വലിയ ഷോ ഓഫിൽ വെന്തോന്നൊക്കെ അറിയാൻ വേണ്ടി സ്പൂണൊക്കെ എടുത്തൊന്ന് ഇട്ട് നോക്കി. പക്ഷേ എൻ്റെ കൈ പൊള്ളിപ്പോയി. അതുകൊണ്ട് ഞാൻ ശ്രമം കിട്ട് മാറ്റി വെച്ചു. പിന്നെ അത് ഞാനിങ്ങനെ അതിന് കാവലിരിക്കാൻ തുടങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് വറ്റാറായപ്പോഴത്തേക്കും കരിഞ്ഞൊരു സ്മെല്ല്. നീ ഒത്തിരി കരിയണ്ടല്ലോ വിചാരിച്ച് വേഗം പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം എന്നുള്ള രീതിയിൽ വേഗം ഇതൊക്കെ ഓഫാക്കി പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. കെറ്റിൽ എന്തായാലും കരിഞ്ഞ് അടുക്കി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നല്ലപോലെ ഇളക്കാൻ പറ്റുന്ന പാത്രത്തിലൊക്കെ ഇട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടായിരുന്നു. അത് കഴിച്ച പാട് ഞാൻ ആ ഫ്രൈഡ് റൈസും കൂടെ കഴിച്ച് നമ്മൾ അങ്ങനെ എല്ലാം സെറ്റാക്കി ഗൈസ്, ഫുൾ ഫിനിഷ്ഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കെറ്റിലിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ട് നാളെ രാത്രി ഉയർത്തിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.